ഹലോ നമസ്കാരം. നമുക്ക് ലൈവ് അപ്ഡേറ്റ് നോക്കാം. ലൈവിലെ കുറച്ച് നേരം മുൻപ് നല്ലൊരു തന്തയ്ക്ക് വിളിയൊക്കെ നടന്നു കേട്ടോ. പോടാ എന്ന് മസ്താനി ഷാനവാസിനെ വിളിച്ചപ്പോൾ ഷാനവാസ് തിരിച്ചിട്ട് പോയി നിന്റെ തന്തയെ വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അത് ഒരു തവണയല്ല പലതവണ പറഞ്ഞു. ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊരു വഴക്കിൻ്റെ ഭാഗമാണ്. ഇതിനിടയിൽ തന്തയ്ക്ക് വിളിയായി. അതിനിടയിൽ ഷാനവാസും ജിഷിനും തമ്മിൽ ഫൈറ്റായി. അതുപോലെ പ്രവീണും ഷാനവാസും തമ്മിൽ ഫൈറ്റായി. മസ്താനി ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക പിറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മസ്താനി ഷാനവാസിൻ്റെ അടുത്ത് ഒട്ടും വിട്ടു കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. നല്ല കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. മസ്താനി നല്ലപോലെ നമ്മുടെ ഷാനവാസിനെ ചൊറിയുന്നുണ്ട്. ഷാനവാസ് നല്ലപോലെ തന്തയ്ക്ക് വിളിച്ചിട്ടുമുണ്ട്. ശരിക്കും ഇവിടെ ഷാനവാസ് മസ്താനിയുടെ ഫാദറിനെ ഒന്നും തെറിയൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. പോടാ എന്ന് വിളിച്ചപ്പോഴേ നീ എന്താ വിളിച്ചേ പോടാന്നോ, അത് പോയി നിന്റെ അച്ഛനെ വിളിക്ക് എന്ന് മാത്രമേ ഷാനവാസ് പറഞ്ഞിട്ടുള്ളൂ. വെറുതെ എന്തിനാ എന്നെ പോടാ എന്ന് വിളിക്കുന്നതായിരുന്നു ഷാനവാസിന്റെ ചോദ്യം. സംഭവം വലിയ തെറ്റൊന്നും അല്ല. കാരണം പ്രായത്തിൽ മസ്താനിയേക്കാൾ മുതിർന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ ഷാനവാസ്. പക്ഷേ ഈ ഒരു ബിഗ് ബോസ് വീടിനകത്ത് ഇങ്ങനെ തന്തയ്ക്കൊക്കെ വിളിക്കുക എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് മോശമായി പോയി കേട്ടോ. അങ്ങനെ വിളിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. പിന്നെ ഷാനവാസിനെ വല്ലാണ്ട് അങ്ങ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് പ്രതികരിക്കുന്നു. പക്ഷേ ആ ഒരു വിളി അവർ മാത്രമുള്ള സമയത്ത് മാത്രമാണ് വിളിക്കുന്നതെങ്കിൽ അവർ മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ഇത് ഒരു ഷോ അല്ലേ, ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ തന്തയ്ക്ക് വിളിയൊക്കെ കേൾക്കുമ്പോൾ ഒരു അരോചകമായിട്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നും. മാത്രമല്ല പോയി അച്ഛനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുമാതിരി തന്തയ്ക്ക് വിളിക്കുന്ന പോലെ തന്നെ ആയി. ചിലപ്പോൾ ഇതിൻ്റെ പേരിലായിരിക്കും ഷാനവാസും മറ്റുള്ളവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫൈറ്റ് ആയിട്ടുണ്ടാവുക.